നമസ്കാരം. മലയാള സിനിമയിൽ രാഷ്ട്രീയ സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം അതിലെല്ലാം തന്നെ എക്കാലത്തും കാലാതിവർത്തിയായി ഇന്നും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നും സന്ദേശം എന്ന സിനിമയുടെ ഓരോ രംഗങ്ങളും നമുക്ക് കാണുമ്പോൾ അത് ഇന്നും ഇന്നലെയൊക്കെ നടന്ന ഏതോ രാഷ്ട്രീയ സംഭവവുമായി അടുത്ത ബന്ധമുണ്ടല്ലോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നിപ്പോകും. മലയാള സിനിമയിൽ 80കളിൽ ഈ നാട് എന്ന ഐവിശ്യ ചിത്രം ടി ദാമോദരൻ മാഷ് തിരക്കഥ എഴുതിയ ഈ സിനിമയാണ് ഒരുപക്ഷെ മലയാള സിനിമയിൽ രാഷ്ട്രീയ സിനിമകളുടെ പുതിയൊരു കാലഘട്ടത്തിന് തുടക്കം കുറിച്ചെന്ന് പറയാം. അതിനു മുമ്പ് കമ്പനിയത് ചുവന്നപ്പോൾ പോലെയുള്ള സിനിമകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു മുഖ്യധാരാ സിനിമയുടെ ഭാഗമായി ഒരു രാഷ്ട്രീയ സിനിമ ഇറങ്ങുന്നത് ഈ നാട് തന്നെയായിരുന്നു. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഇനിയെങ്കിലും തുടങ്ങി ഐവിശ്യയുടെ നിരവധി ചിത്രങ്ങൾ ആ രാഷ്ട്രീയ ജനസിൽപ്പെട്ട ചിത്രങ്ങൾ വന്നു എങ്കിൽ പോലും അതിലൊക്കെ തന്നെ വളരെ തീപ്പൊരി ഡയലോഗുകളുണ്ടായിരുന്നു, വളരെ സംഘർഷഭരിതമായ രംഗങ്ങളുണ്ടായിരുന്നു, സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശ്രീനിവാസൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, അതിൽ യാതൊരു തരത്തിലുമുള്ള സംഘർഷമോ ഇടിവെട്ട് ഡയലോഗുകളോ ഒന്നും ആയിരുന്നില്ല. അല്പം നർമ്മത്തിൽ ചാലിച്ച നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും കാണാറുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു ജീവിതം, അവരുടെ കാപഢ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ഇവയൊക്കെ തന്നെ വളരെ വ്യക്തമായി അടുത്തു നിന്ന് കണ്ടതുപോലെ വരച്ചു കാട്ടിയ ചിത്രം തന്നെയായിരുന്നു സന്ദേശം. ഇന്നും നമ്മളൊക്കെ ഓർക്കുന്ന സന്ദേശത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു ശങ്കരാടി അവതരിപ്പിക്കുന്ന കുമാരപിള്ള സഖാവിൻ്റേത്. നമുക്കറിയാം ശങ്കരാടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് തന്നെ ജീവിച്ചിരുന്ന ആളായിരുന്നു. എന്നാൽ ഈ സിനിമയിലെ ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രം നമുക്കറിയാം സൈദ്ധാന്തിക ഭാഷയിൽ, ഇടതുപക്ഷ സൈദ്ധാന്തിക ഭാഷയിൽ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രം തട്ടിവിടുന്നത്. ചുറ്റും നിൽക്കുന്നവരെല്ലാം തന്നെ പാർട്ടി കമ്മിറ്റികളിൽ ഇരുന്ന് കൊണ്ട് തങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഭാവിക്കുമ്പോൾ അതിൽ ബോബി കൊട്ടാരക്കര അവതരിപ്പിക്കുന്ന ഉത്തമൻ എന്ന കഥാപാത്രം മാത്രം പറയുന്നു, എനിക്കിതൊന്നും മനസ്സിലായില്ല, ഈ പ്രതിക്രിയാവാതകം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, സഖാവ് പാർട്ടി ക്ലാസ്സിലൊന്നും പങ്കെടുക്കാൻ വരാറില്ല, അതാണ് ഈ മനസ്സിലാവാത്തതെന്ന് പറയുമ്പോൾ, എന്നാൽ സഖാവ് ഇതും കൊണ്ട് വിശദീകരിക്കൂ എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ അവിടെ നിന്ന് കണ്ണുകളിൽ നമുക്ക് കാണാം. ഇന്നും നമ്മുടെ നാട്ടിലെ ചില ഇടതുപക്ഷ നേതാക്കന്മാർ മനുഷ്യന് മനസ്സിലാവാത്ത സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ടി വി ചാനലുകളിൽ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടികൾക്കിടയിലൊക്കെ തന്നെ ഉപയോഗിക്കാറുള്ളത് ഈ കുമാരപിള്ള സാറ് പറയുന്ന ചില ഡയലോഗുകളാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച്, അവർ തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്ന് ലഘുവായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് കഥാപാത്രം ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ കുമാരപിള്ള പറയുന്നുണ്ട്, നമ്മുടെ പാർട്ടിയുടെ അച്ചടക്കം അറിയാമല്ലോ, അത് ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് തനിക്കറിയാമല്ലോ എന്നാണ് പാവപ്പെട്ട സ്വന്തം പാർട്ടിയിലെ അണികളോട് ഈ കഥാപാത്രം പറയുന്നത്. ഇത് ഇന്നും ഏറെ പ്രസക്തമായ ഒന്നാണ്. വലിയ വിവാദങ്ങളുണ്ടാകുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ CPI നേതാക്കന്മാർ പറയുന്നത് ഈ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയാണ്. അതിനെ എത്ര സമർത്ഥമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഈ ശ്രീനിവാസൻ വരച്ച് കാട്ടുന്നത്. അതുപോലെ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് നോക്കാം. ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കോട്ടപ്പള്ളി എന്ന കഥാപാത്രം, ഇയാളൊരു തികഞ്ഞ ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ ഇയാളും ഏതാണ്ട് തൻ്റെ രാഷ്ട്രീയ ഗുരുവായ കുമാരപിള്ളയെ അനുകരിച്ച് ബുദ്ധി ഭാഷയിൽ സംസാരിക്കും. പെണ്ണ് കാണാൻ പോകുന്ന സ്ഥലത്ത് ആ പെൺകുട്ടിയോട് ചോദിക്കുന്ന അതിവിചിത്രമായ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് ഇയാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയാണ്, ഒരു ഭ്രാന്തനെയാണോ താൻ എൻ്റെ മകൾക്ക് ഭർത്താവായി കൂട്ടിക്കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ സൈദ്ധാന്തിക ആചാര്യന്മാർ പലരും കോമാളികളായി മാറി എന്ന് വളരെ ഭംഗ്യന്തരാണ് ശ്രീനിവാസൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് KRP എന്ന ജയറാമിൻ്റെ കഥാപാത്രവും. എപ്പോഴും ഖദർ ധരിച്ച് വെളുക്ക ചിരിയുമായി നടക്കുന്ന, എല്ലാ കാര്യത്തിനും തള്ളു പറയുന്ന, കള്ളം മാത്രം പറയുന്ന, താൻ സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോൾ മുഖ്യമന്ത്രി തന്നെ അടുത്തേക്ക് വിളിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നുണ മാത്രം തട്ടിവിടുന്ന, എപ്പോഴും ഇത്തരത്തിലുള്ള പൊങ്ങച്ചം പറഞ്ഞു കിടക്കുന്ന നിരവധി കോൺഗ്രസ്സുകാരെ നമുക്കറിയാം. ഞാൻ ലീഡറുടെ ആളാണ്, ഞാൻ OC-യുടെ ആളാണെന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ OC എന്നെ കണ്ട് വിളിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ജയറാമിൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത്. മാത്രമല്ല ഇതിലെത്തുന്ന ഡൽഹിയിൽ നിന്ന് വരുന്ന ഹൈക്കമാൻഡ് നിയോഗിക്കുന്ന യശ്വന്ത് സഹായിജി എന്ന ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം നാരിൽക്ക് പാനി ദോ എന്ന് പറയുമ്പോൾ നാരിൽക്ക് പാനിയുടെ അർത്ഥം പോലും അറിയാൻ പാടില്ലാതെ ചുറ്റും ഓടുന്ന അണികൾ. നാരി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കഥാപാത്രം പറയുന്നത്, സ്ത്രീയാണ്. അപ്പോൾ ഒരു കഥാപാത്രം പറയുന്നത് സ്ത്രീ നഹീം എന്ന് പറയുന്നു. അതുപോലെ അവസാനം ഒടുവിൽ ഒരാൾക്ക് മാത്രമാണ് ഇത് നാരിൽക്ക് പാനി എന്ന് പറയുമ്പോൾ കരുക്ക് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മാമുക്കായി വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മുടെ പാർട്ടിയിൽ വിവരമുള്ള ഒരുത്തം പോലും ഇല്ലല്ലോ എന്ന്. ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള അണികൾക്കിടെ താഴെത്തട്ടിലുള്ള അണികളും അല്ലെങ്കിൽ മുകൾത്തട്ടിലുള്ള വലിയ നേതാക്കന്മാരും തമ്മിലുള്ള ഈ അന്തരമൊക്കെ തന്നെ വളരെ രസകരമായിട്ടാണ് ശ്രീനിവാസൻ വരച്ച് കാട്ടുന്നത്. രാഷ്ട്രീയക്കാരെ ഒരിക്കലും അദ്ദേഹം കോമാളികളായി സിനിമ ചിത്രീകരിച്ചിട്ടില്ല. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്, അവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ അവരുടെ ഒരു ഹാസ്യാത്മകമായ രീതിയിലാണ്
അവതരിപ്പിക്കുന്നത്. ദൈവമില്ല, അമ്പലത്തിൽ പോകില്ല എന്നൊക്കെ പറയുന്ന ഇതിലെ ചില കമ്മ്യൂണിസ്റ്റ് കഥാപാത്രങ്ങൾ പുലർച്ചെ നാട്ടുകാർ കാണുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോകുന്ന കഥയൊക്കെ ശ്രീനിവാസനും ശങ്കരനും തമ്മിലുള്ള ഡയലോഗുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇരുവരും ഇതേ രീതികൾ അവലംബിക്കുന്നവരാണ്. നാട്ടുകാരോട് തത്വം വിളമ്പുകയും സ്വന്തം ജീവിതത്തിൽ അതൊന്നും തന്നെ പാലിക്കുകയും ചെയ്യാത്ത നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാരെ ശ്രീനിവാസൻ അസലായി തന്നെ കളിയാക്കി കൊല്ലുന്നുണ്ട് ഈ സിനിമയിലൊക്കെ തന്നെ. ഇതിൽ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ആ കൃഷി ഓഫീസറിൻ്റെ ഒരു കഥാപാത്രമാണ്. അയാളാണ് ഈ സിനിമയിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഒപ്പം ഇവരുടെ അച്ഛനായി അഭിനയിക്കുന്ന തിലകൻ്റെ കഥാപാത്രം. അവർക്ക് സാധാരണക്കാരാണ്. അവർക്ക് ഈ രാഷ്ട്രീയക്കാരൻ്റെ മറ്റു തട്ടിപ്പുകളെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്ന ആ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ രാഷ്ട്രീയക്കാർ ചെന്ന് ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും എത്ര സരസമായിട്ടാണ് ശ്രീനിവാസൻ അത് പറയുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മലയാള സിനിമയിൽ രാഷ്ട്രീയ സിനിമകളിൽ ഒരു പുതിയ സരണി വെട്ടിത്തുറന്ന തിരക്കഥാകൃത്ത് തന്നെയാണ് ശ്രീനിവാസൻ. ഐശ്വര്യയുടെ ഈ നാട് പോലുള്ള സിനിമകളിൽ നിന്നുള്ള വലിയൊരു ഷിഫ്റ്റാണ് സന്ദേശത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുവരെ ശ്രീനിവാസൻ തിരക്കഥ സിനിമകളിൽ പലതിലും ഇത്രത്തോളം രാഷ്ട്രീയം ഒരിക്കലും കടന്നു വന്നില്ല. ഒന്ന് പരാമർശിച്ച് പോകുന്നതല്ലാതെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കടന്നു വന്നിരുന്നില്ല. പക്ഷേ സന്ദേശം ഇന്നും എന്നും എക്കാലത്തും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം, രാഷ്ട്രീയ പാർട്ടി ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കുക തന്നെ ചെയ്യും, ഓർക്കപ്പെടുക തന്നെ ചെയ്യും.